إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, കഴിഞ്ഞ ഏതാനും ഖുത്ബകളിലായി അൽ കബായിർ വൻപാപങ്ങളെ സംബന്ധിച്ചാണ് നാം സംസാരിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഏറ്റവും വലിയ പാപമായ വ്യഭിചാരത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമത്തെ ഇതുമായി ബന്ധപ്പെട്ട ഖുത്ബയിൽ ഏറ്റവും കടുത്ത പാപം ഷിർക്കും, ഷിർക്ക് കഴിഞ്ഞാൽ കൊലപാതകവും, കൊലപാതകം കഴിഞ്ഞാൽ വ്യഭിചാരവും എന്ന് ഖുർആനിന്റെ സൂറത്തുൽ ഫുർഖാനിലെയും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നേരത്തെ വിശദീകരിച്ചതനുസരിച്ചാണ് മൂന്നാമതായി ഈ വിഷയം സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഓരോ ദിവസവും കഴിയുന്തോറും സമൂഹത്തിൽ എല്ലാ തരത്തിലുമുള്ള തിന്മകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കാണുന്ന രീതിയിലല്ല ഒരേ തിന്മ അതിന്റെ അടുത്ത ദിവസം നമ്മൾ കാണുന്നത്. കാലം പിന്നിടും തോറും കൂടുതൽ വഷളായ വൃത്തികെട്ട രീതിയിൽ എല്ലാ തിന്മകളും പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ലാ യഅതി അലൈക്കും സമാനുൻ ഇല്ലല്ലദീ ബഅദഹു ശർറും മിൻഹു ഹത്താ തൽഖൗ റബ്ബക്കും. നിങ്ങളുടെ മേൽ ഒരു കാലവും വന്നെത്തുകയില്ല, തൊട്ടടുത്ത് വരുന്നത് നേരത്തെ കഴിഞ്ഞതിനേക്കാൾ ഏറ്റവും മോശമായ നിലയിലായിക്കൊണ്ടല്ലാതെ, ഹത്താ തൽഖൗ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിയും തോറും ഷർറും മിൻഹു, ഇന്നലെയേക്കാൾ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് ഇന്ന്, ഇന്നിനേക്കാൾ ഏറ്റവും മോശമായിരിക്കും നാളെ, ഖിയാമത്ത് നാൾ വരെ അത് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്യുന്നു. ഏത് തിന്മകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഷിർക്ക് എടുത്ത് പരിശോധിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ഷിർക്കിനേക്കാൾ കടുത്ത ഷിർക്കും കുഫറുമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ആളുകളിൽ പോലും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ജാഹിലിയത്തിലെ മുശ്രിക്കുകളെക്കാൾ വളരെ വൃത്തികെട്ട മോശമായ ഷിർക്കിന്റെ ആളുകളാണ് ആധുനിക കുബൂരികൾ എന്ന് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പണ്ഡിതന്മാർ രണ്ട് കാലഘട്ടങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ട് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. ഇതേപോലെ മറ്റു തിന്മകളിലും ഈ ഒരു വൃത്തികെട്ട അവസ്ഥ വളരെ മോശമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ വ്യഭിചാരവും അങ്ങനെ തന്നെയാണ്, ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും എന്നത് നബിയുടെ ഈ പ്രവചനമനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പണ്ട് കാലങ്ങളിൽ വളരെ ഒളിഞ്ഞ് അല്ലെങ്കിൽ രഹസ്യമായി ചെയ്തിരുന്ന വ്യഭിചാരം എന്ന് പറയുന്നത് ഇന്ന് പരസ്യമായി ചെയ്യുന്ന അവസ്ഥയിലും, അതേപോലെ ഇതൊരു തൊഴിലായതുകൊണ്ട് തന്നെ എല്ലാ തൊഴിലാളികൾക്കും യൂണിയൻ ഉള്ളതുപോലെ വേശ്യകൾക്കും തൊഴിലാളി യൂണിയനുകളും അവരുടെ സമ്മേളനങ്ങളും, അവർക്ക് വേണ്ടി സംസാരിക്കാൻ, തൊഴിലാളിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നത് പോലെ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന പൗരപ്രമുഖന്മാരെന്നോ സാംസ്കാരിക നായകന്മാരെന്നോ ഒക്കെ എണ്ണപ്പെടുന്ന ഒരു സംസ്കാരവുമില്ലാത്ത അധപ്പതിച്ച ആളുകൾ കൂടി ഉണ്ടായിത്തീരുന്നു എന്നുള്ളത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതേപോലെ സ്വകാര്യമായല്ല, രഹസ്യമായല്ല, മാനക്കേടായല്ല, മറിച്ച് വളരെ പരസ്യമായി പച്ചയായി ബോർഡ് വെച്ചും അല്ലാതെയും അഭിമാനത്തോടുകൂടിയും, അല്ലെങ്കിൽ മനുഷ്യന്റെ അവകാശങ്ങളുടെ ഭാഗമാകുന്നു, താൻ ഇച്ഛിക്കുന്നത് എന്തും ചെയ്യാം, അത് അവന്റെ സ്വാതന്ത്ര്യമാണ്, അവന്റെ പൗരാവകാശത്തിൽപ്പെട്ടതാണ് എന്ന് പോലും പറയാനും, നിയമം വിധേന വ്യഭിചാരങ്ങളും വ്യഭിചാരശാലകളും അനുവദിക്കപ്പെടുന്ന നാടും അത് അനുവദിച്ചു കൊടുക്കുന്ന കോടതികളും ഭരണകൂടങ്ങളും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നു എന്നത്, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനത്തിന്റെ ഭാഗമാണ്. മുമ്പ് കാലത്ത് ആരും അറിയാതിരുന്ന വ്യഭിചാരങ്ങൾ ഇന്ന് പരസ്യമായി ചെയ്യുന്നു എന്ന് മാത്രമല്ല, അത് പരസ്യപ്പെടുത്തപ്പെടുകയും അത് വിൽപ്പന ചരക്കാക്കുകയും അതിനുവേണ്ടി സൈറ്റുകളും അതുപോലുള്ള സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുകയും അത് വിറ്റ് പണമുണ്ടാക്കുകയും ആ പ്രവൃത്തി തന്നെ തൊഴിലായി കാണുന്നു. ആ വ്യഭിചാരം എന്ന പ്രവൃത്തിയെ വിറ്റ് കാശാക്കുന്നവർ, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവർ, അതിനെ ഒരു വിൽപ്പനച്ചരക്കാക്കുന്നവർ, അങ്ങനെ പണമുണ്ടാക്കുന്നവർ വ്യഭിചാരത്തിന്റെ പേരിൽ ആളുകളെ വശീകരിക്കുകയും
അങ്ങനെ പീഡിപ്പിക്കുകയും എന്നിട്ട് സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നവർ ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മേഖലകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. പണ്ടുകാലത്ത് ഇത് സ്വകാര്യമായി ചെയ്തു. പിന്നീട് പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഭാഗമായി വീടുകൾക്ക് പുറത്ത് ബിൽഡിങ്ങുകൾക്ക് മീതെ ഒരു പാത്രം, ഒരു കുട പോലുള്ള സാധനം സ്ഥാപിക്കപ്പെട്ടു, ഡിഷ് ആന്റിനകൾ. അതിലൂടെ അത് സ്ഥാപിക്കപ്പെട്ട വീടുകളിൽ മാത്രം അത് പെയ്തിറങ്ങാൻ തുടങ്ങി. പല ജന്മകളും പ്രചരിച്ചതുപോലെ അത് അതിന്റെ ഒരു മാധ്യമമായി മാറി. എന്നാൽ പിന്നീട് കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഡിഷ് ആന്റിനകൾ ഇല്ലാതെ തന്നെ ചാനലുകളിലൂടെ രംഗപ്രവേശം ചെയ്തു. അത് കഴിഞ്ഞ് നെറ്റ് വന്നു. പിന്നീട് എവിടെയും പോകണ്ട, സിനിമാ ഹാളിൽ പോകണ്ട, വേശ്യാലയത്തിൽ പോകണ്ട, അവനവന്റെ കീശയിലെ കയ്യിൽ പിടിക്കുന്ന മൊബൈൽ ഫോണിൽ നെറ്റുമുണ്ടായാൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്ന ഭൂനിവാസങ്ങളും കാണുവാനും ആസ്വദിക്കുവാനും വിൽക്കുവാനും വാങ്ങുവാനും ഒക്കെ പറ്റുന്ന സാഹചര്യമാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. വ്യഭിചാരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങൾ പോലും ഏത് വൻകിട നഗരങ്ങളിൽ പോയാലും നമുക്ക് കാണാൻ സാധിക്കും. അതിന് ചുവന്ന തെരുവെന്നോ റെഡ് സ്ട്രീറ്റ് എന്നോ ലാൽഗല്ലി എന്നോ ഏത് ഭാഷയിൽ ഏത് പേര് പറഞ്ഞാലും ശരി, ഇത്തരത്തിൽ പച്ചയായി രാവും പകലും വ്യഭിചാരങ്ങൾ നടക്കുന്ന ലൈസൻസ് നൽകപ്പെട്ടതും അല്ലാത്തതുമായ സ്ഥലങ്ങൾ ലോകത്തിന്റെ മിക്ക സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നു എന്നതും മനുഷ്യന്റെ സാംസ്കാരിക മൂല്യങ്ങൾ അല്ലെങ്കിൽ ധർമ്മബോധം, മതപരമായ ചിന്ത, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാട് എന്ന് പറയുന്നത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഉത്കൃഷ്ടമായ മൂല്യങ്ങൾ, സ്വഭാവ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് തലകീഴായി മറിക്കപ്പെടുന്നു. നേരത്തെ എന്താണോ മൂല്യമായി, മാനമായി, അഭിമാനമായി, ലജ്ജയായി കണക്കാക്കപ്പെട്ടിരുന്നത് അതൊക്കെ തലതിരിഞ്ഞ് പച്ചയായ രതിവൈകൃതങ്ങളും സ്വഭാവങ്ങളും പ്രകടിപ്പിക്കുന്നത് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ലജ്ജ എന്ന് പറയുന്ന, ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന, അതുപോലെ തന്നെ മാതാപിതാക്കളും സന്താനങ്ങളും തമ്മിലും മുതിർന്നവരും താഴെയുള്ളവരും തമ്മിലും അന്യനും അന്യനല്ലാത്തവരും തമ്മിലുമൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പരമാർത്ഥം. ഇതിന്റെ പിന്നിലൊക്കെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള സിനിമകൾ, അതുപോലെ തന്നെ ഡാൻസുകൾ, നാടകങ്ങൾ, പാട്ടുകൾ, ഗാനമേളകൾ, അതുപോലെ അശ്ലീല സിനിമകൾ, അത്തരം സൈറ്റുകൾ, ഇങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത യാതൊരുവിധ മതമൂല്യങ്ങളുമില്ലാത്ത മനുഷ്യൻ അറക്കുന്ന തോന്നിവാസങ്ങൾ ലോകത്ത് എല്ലായിടങ്ങളിലും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ അറിഞ്ഞാലും അറിയാതിരുന്നാലും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന പല മീഡിയ ഉപകരണങ്ങളിലേക്കും അവ വന്നുകൊണ്ടിരിക്കുന്നു. ഉദ്ദേശിക്കാതെ തന്നെ കൺമുമ്പിലേക്ക് വന്ന് ചാടുന്ന, ചെവിയിലേക്ക് വന്ന് അലക്കുന്ന രീതിയിലാണ് ഇന്ന് ലോകത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷ്മമായ നിലപാടുകൾ സ്വീകരിക്കുകയും അത്തരം കടന്നു കയറുന്ന തോന്നിവാസങ്ങളെ, അതിന്റെ വഴികളെ മാറ്റി നിർത്തിക്കൊണ്ട് അത്തരം സോഷ്യൽ മീഡിയകളും അത്തരം ഉപകരണങ്ങളും ഉപയോഗിക്കാനുള്ള സൂക്ഷ്മത നമ്മൾ കാണിച്ചില്ലെങ്കിൽ വ്യക്തികൾ മാത്രമല്ല, കുടുംബവും സമൂഹവും എല്ലാം തകർന്നടിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി നമ്മൾ മാറുമെന്നതിനെ നാം ഭയപ്പാടോടുകൂടി കാണേണ്ടതുണ്ട്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാള് 4 കാര്യങ്ങൾ ഉണ്ടാകുന്നത് വരെ ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു. ഒന്ന്, ഇൽമ് ഇല്ലാതാവുക. ഇൽമ് പോയാൽ പിന്നെ ഉണ്ടാകുന്നത് അറിവില്ലായ്മയാണ്, ജഹ്ലാണ്, വിവരക്കേടാണ്, അജ്ഞതയാണ്. 3ഉം 4ഉമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കള്ള് ധാരാളമായി കുടിക്കപ്പെടുക, വയൽഹറു സിന, വ്യഭിചാരം പ്രകടമാവുക എന്നതാണ്. കള്ളിനോട് കൂടെയാണ് വ്യഭിചാരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കള്ളുമായി ബന്ധപ്പെട്ട് നേരത്തെ കഴിഞ്ഞ റമദാനിൽ ഒരു ഖുത്ബ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ കബായറിൽപ്പെട്ട ഒരു വിഷയമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതോട് ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വ്യഭിചാരത്തെയാണ്. കള്ളു കുടിക്കുന്നവൻ അവന്റെ സ്വബോധം നഷ്ടപ്പെടുന്നത് കൊണ്ട്, കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ട്, നന്മയും തിന്മയും വിവേചിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ട്, ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ പറ്റാത്ത, അതുപോലെ തന്നെ അന്യനെയും ബന്ധങ്ങളെയും സഹോദരിയെയും അന്യസ്ത്രീയെയും അമ്മയെയും അതുപോലെ തന്നെ മകളെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ ആരെയും കിട്ടിയാൽ വ്യഭിചരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്ന അവസ്ഥയാണ്. അത്തരമൊരു കാലം വരും. ഈ കാലം വരാതെ, വ്യഭിചാരം വ്യാപിക്കാതെ, പ്രകടമാകാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. രഹസ്യമായി ആരും അറിയാതെ, അറിഞ്ഞാൽ നാണക്കേടായി നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അത്തരമൊരു ലജ്ജാബോധം എങ്കിലും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിന് പകരം ഇന്ന് വ്യഭിചാരം എന്നത് രാവും പകലും വ്യത്യാസമില്ലാതെ, അതുപോലെ തന്നെ ഒളിഞ്ഞോ തെളിഞ്ഞോ എന്ന വ്യത്യാസമില്ലാതെ പ്രകടമായി നിലനിൽക്കുന്ന അവസ്ഥയാകുന്നു ഇന്ന് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, മുഹാജിറുകളുടെ സമൂഹമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകൾ വിളിച്ചു പറഞ്ഞു പറയുകയാണ്, നിങ്ങൾ 5 കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും.
നിങ്ങളെ അത് പിടികൂടാതിരിക്കട്ടെ. ആ 5 കാര്യങ്ങൾ കൊണ്ട് പിടികൂടപ്പെട്ടാൽ സമൂഹത്തിൽ അതിന്റെ അനന്തരഫലമായി 5 തരത്തിലുള്ള നാശങ്ങൾ ഉണ്ടാകും. ഇവിടെ അതിൽ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. അത് മാത്രം സൂചിപ്പിക്കാം. വ്യഭിചാരം എന്ന് പറയുന്ന ഫാഹിസത്ത് ഒരു സമൂഹത്തിൽ പ്രകടമായാൽ അത് മുഖേന ആ ആളുകൾ ശപിക്കപ്പെടും. അവരിൽ പ്ലേഗ്, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള വേദനകൾ, അതായത് വേദനകളുള്ള രോഗങ്ങളും അതിന്റെ പ്രയാസങ്ങളും ഇങ്ങനെ പലതും സമൂഹത്തിൽ വ്യാപിക്കും. ഇതും നമ്മൾ ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന മരുന്നില്ലാത്ത, ചികിത്സയില്ലാത്ത, പ്രതിരോധശേഷി നഷ്ടപ്പെട്ട നിത്യരോഗികളായി മാറുന്ന രോഗങ്ങൾ ഈ തലതിരിഞ്ഞ ലൈംഗിക അരാജകത്വത്തിന്റെ പേരിൽ ലോകത്ത് മിക്ക രാജ്യങ്ങളിലും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒന്നല്ല, പലതരത്തിലുള്ള രോഗങ്ങൾ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലത്തി ലം തകുൻ മലത്ത് ഫി അസ്ലാഫിഹിം അല്ലദീന മളൗ. കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ ഉണ്ടാകാത്ത പുതിയ തരത്തിലുള്ള രോഗങ്ങളും അതുപോലെ തന്നെ പ്ലേഗ് പോലുള്ള രോഗങ്ങളും സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കുകയില്ല. എന്താ അതിന് കാരണം പറഞ്ഞത്? ഫാഹിഷ, മ്ലേച്ഛമായ കാര്യം. ഖുർആൻ അങ്ങനെ തന്നെ വിശദീകരിച്ച അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള വ്യഭിചാരമാണ് ഫാഹിസത്ത് എന്ന് പറയുന്നത്. അപ്പോ ഇത് മനുഷ്യന്റെ നാശത്തിന് കാരണമായി തീരും എന്നാകുന്നു ഇബ്നു മാജയും മറ്റും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ മനുഷ്യന്റെ എല്ലാ തലത്തിലും അവനെ ബാധിക്കുന്ന വളരെ ലജ്ജാകരമായ, നാണക്കേടായ, അതുപോലെ തന്നെ മനുഷ്യന്റെ അന്തസ്സിനെ കെടുത്തിക്കളയുന്ന, കുടുംബത്തിന്റെ ഉന്നതിയെയും തറവാടിത്തത്തെയും ഇല്ലാതാക്കി കളയുന്ന, വാചാലമായി സംസാരിക്കാവുന്നവന്റെ നാവിനെ മൂഖമാക്കി കളയുന്ന, എന്ന് പറഞ്ഞാൽ വ്യഭിചാരം ഉണ്ടായാൽ, അത് വെളിപ്പെട്ടാൽ, അല്ലെങ്കിൽ അത് ആ കാര്യത്തിൽ ഒരാൾ അറിയപ്പെട്ടാൽ പിന്നെ അവന്റെ നാവ് പൊന്തുകയില്ല. വാചാലമായ സംസാരം ഊമയായിത്തീരും. അതുപോലെ തന്നെ അന്തസ് എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ ഇല്ലാതെയാകും. ശ്രേഷ്ഠ കുടുംബങ്ങൾ തരം താഴ്ന്ന കുടുംബങ്ങളായി മാറും. അത്രക്ക് വൃത്തികെട്ട ഒരു കുറ്റകൃത്യമാണ് വ്യഭിചാരമെന്നാകുന്നു ഇസ്ലാം പഠിപ്പിക്കുന്നത്. വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. സൂറത്ത് ഇസ്രായേൽ നമുക്ക് കാണാം. നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത്, അത് ഒരു തലത്തിലും നിങ്ങൾ അതിനെ ചെയ്യരുത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് സഅദിയെ പോലെയുള്ള പണ്ഡിതന്മാർ, ഖുർആൻ വ്യാഖ്യാതാക്കളും വിശദീകരിച്ചത് കാണാം. വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിനേക്കാൾ കടുത്തതാണ് വ്യഭിചാരത്തോട് നിങ്ങൾ ഒരു നിലക്കും സമീപിക്കരുത്. അതിന്റെ ഏതൊക്കെ വഴികളുണ്ടോ, അതിലേക്ക് എത്തുന്ന ഏതെല്ലാം മാർഗങ്ങളുണ്ടോ, ആ തലങ്ങളിലൊന്നും അതിനെ നേരിട്ടോ അതിലേക്ക് എത്തുന്ന മാർഗങ്ങളിലൂടെയോ നിങ്ങൾ അതിനെ സമീപിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് വ്യഭിചരിക്കരുത് എന്ന് നേരെ പറയുന്നതിനപ്പുറം ശക്തിയുള്ള വലാ തഖറബുസ്സിന എന്ന പ്രയോഗം ഖുർആൻ നടത്തിയത്. അതുപോലെ അത് ഫാഹിഷ, മ്ലേച്ഛമാണ് എന്ന് പറഞ്ഞാൽ മതപരമായ മ്ലേച്ഛമാണ്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ആ നിലക്കും അത് മ്ലേച്ഛമായ കാര്യമാണ്. ആരും വ്യഭിചാരത്തെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ നല്ലതാണ് എന്ന് പറയുകയില്ല. മനുഷ്യന്റെ പ്രകൃതം പരിശോധിച്ചാലും മനുഷ്യപ്രകൃതത്തിന് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള നിയമപരമായ വിവാഹത്തിലൂടെ ശുദ്ധമായ സന്താന പരമ്പര നിലനിൽക്കുക എന്നതിന്, ആ ഫിത്രത്തിന് എതിരായ മ്ലേച്ഛകൃത്യവുമാകുന്നു. അപ്പൊ ഏത് നിലക്കും മ്ലേച്ഛമായ കാര്യമാണ് വ്യഭിചാരം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മൂന്നാമതായി ഖുർആൻ പറഞ്ഞു വസാഅ സബീല. അത് വഴിയാൽ, മാർഗത്താൽ മോശമായ കാര്യമാകുന്നു എന്ന് പറഞ്ഞാൽ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വഴിയിൽ ഒരുത്തന് പ്രവേശിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും മോശപ്പെട്ട വഴിയാണ് എന്നതാകുന്നു. അപ്പൊ 3 തരത്തിലുള്ള പ്രയോഗങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ വ്യഭിചാരത്തെക്കുറിച്ച് താക്കീത് നൽകുകയുണ്ടായി, അല്ലെങ്കിൽ അതിന്റെ മ്ലേച്ഛതയുടെ ആഴവും പരപ്പും ഖുർആൻ പഠിപ്പിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകളായ ആളുകളെക്കുറിച്ച് സൂറത്തുൽ ഫുർഖാൻ വൈബാദുർ റഹ്മാൻ എന്ന് പറയുന്ന ആയത്ത് മുതൽ വിശുദ്ധ ഖുർആൻ ഒരുപാട് വിശേഷണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ 68-ാമത്തെ ആയത്തിൽ 3 കാര്യങ്ങൾ പറഞ്ഞതിൽ മൂന്നാമതായി അള്ളാഹു പറഞ്ഞത് വലാ യസ്നൂൻ. ആരാണ് അള്ളാഹുവിന്റെ റഹ്മാന്റെ അടിമകൾ? അവർ വ്യഭിചരിക്കാത്തവരാകുന്നു. അപ്പൊ വ്യഭിചരിക്കുന്നവർ ആരല്ല? റഹ്മാനായ, അവിടെ അള്ളാഹുവിന്റെ അടിമ എന്നല്ല പറഞ്ഞത്, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ള റഹ്മാൻ, റഹീം, അതിൽ ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകൾ വ്യഭിചരിക്കാത്തവരാകുന്നു. അപ്പോൾ ഒരാൾ യഥാർത്ഥ റഹ്മാനായ അള്ളാഹുവിന്റെ അടിമയാകണമെങ്കിൽ എന്ത് വേണം? 1, ശിർക്കില്ലാതിരിക്കണം. 2, നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ കൊലപാതകം എന്ന് പറയുന്ന തിന്മ ചെയ്യാതിരിക്കണം. 3-ാമത്തേത് അവർ വ്യഭിചരിക്കാത്ത ആളുകളായിരിക്കണം. അപ്പൊ കൊലപാതകത്തിന് ശേഷം 3-ാമത്തെ കടുത്ത തിന്മയായി ഖുർആൻ വിശദീകരിച്ചത് ഈ വ്യഭിചാരം എന്ന് പറയുന്ന കാര്യത്തെയാണ്. ഇത് ഹദീസിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇക്കാര്യം പഠിപ്പിക്കുകയുണ്ടായി. ബുഖാരി, മുസ്ലിം റഹിമഹുമുള്ള രണ്ടുപേരും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ കാണാം. ഇത് ഞാൻ 1-ാമത്തെ ഖുത്ബയിൽ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. സാന്ദർഭികമായി
ആ കാര്യം ഹദീസ് വായിക്കുന്നില്ല, ഇവിടെ സൂചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, അള്ളാഹുവിനടുക്കൽ ഏറ്റവും വലിയ തിന്മ ഏതാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിന് നീ തുല്യനായ ഒരാളെ നിശ്ചയിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിനെ വിട്ട് സൃഷ്ടികളെ ആരാധിക്കുക. പിന്നെ ഏതാണ് നബിയെ ഏറ്റവും കടുത്ത തിന്മ? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, നിന്റെ കൂടെ ഭക്ഷിക്കുമോ എന്ന് പേടിച്ച് നിന്റെ മകനെ നീ കൊല്ലലാണ്. കൊലപാതകം രണ്ടാമത്തെ തിന്മയാണ്. ആ കൊലപാതകത്തിൽ ഏറ്റവും കടുത്ത തിന്മ സ്വന്തം മക്കളെ ദാരിദ്ര്യം ഭയപ്പെട്ട് മക്കളെ പോറ്റാൻ കഴിയില്ല എന്ന് വിചാരിച്ച് മക്കളെ കൊല്ലുക. പണ്ടുകാലത്ത് പ്രസവിച്ചതിന് ശേഷം കൊന്നുകളഞ്ഞുവെങ്കിൽ ഇന്ന് ഗർഭത്തിലിരിക്കുമ്പോൾ അബോർഷനാക്കി പല രീതികളിൽ കുട്ടികളെ കൊല്ലുന്നു. അത് ആധുനിക രീതിയാണ് എന്ന് മാത്രം. എന്തിനാ കൊല്ലുന്നത്? കുട്ടികൾ ഉണ്ടായാൽ പോറ്റാൻ കഴിയില്ല. തനിക്ക് തിന്നാൻ തന്ന അള്ളാഹുവിന് ഈ കുട്ടിക്ക് തിന്നാൻ കൊടുക്കാൻ കഴിയും എന്ന് ഖുർആൻ പഠിപ്പിച്ച ആശയം മനസ്സിലാക്കുന്നില്ല. ആ വ്യക്തി മൂന്നാമത് നബിയോട് ചോദിച്ചു, പിന്നെ ഏതാണ് നബിയെ ഏറ്റവും അടുത്ത തിന്മ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാമത്തെ കാര്യം വലാ യസ്നൂൻ, വ്യഭിചരിക്കാതിരിക്കുക എന്നതാണ്. ആ വ്യഭിചാരം എന്ന് പറയുന്നത് തന്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുക എന്നതാണ്. അൻ തുസാനിയ ബിഹലീലത്തി ജാരിക, നിന്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുക. വ്യഭിചാരം മൂന്നാമത്തെ കടുത്ത തിന്മയാണ്. ആ വ്യഭിചാരത്തിൽ ഏറ്റവും കടുത്ത തിന്മ സ്വന്തം അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കലാണ്. അതെന്തുകൊണ്ട് അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുക എന്നത് വ്യഭിചാരത്തിൽ ഏറ്റവും കടുത്തതായി പറഞ്ഞത്? അയൽവാസിയെ ആദരിക്കേണ്ടവനാണ്. അവൻ മുസ്ലിം ആകട്ടെ അല്ലാത്തവനാകട്ടെ അയൽവാസിയോടുള്ള മര്യാദകൾ പാലിക്കണം. അവന് സഹായം വേണ്ടി വരുന്ന ഘട്ടത്തിൽ സഹായിക്കണം. അവന് സംരക്ഷണം നൽകേണ്ട ഘട്ടത്തിൽ സംരക്ഷണം നൽകണം. ഇതൊക്കെ കൊടുക്കേണ്ടവൻ ആ കുടുംബത്തിന് സംരക്ഷണത്തിന് പകരം കുടുംബത്തെ തകർക്കുന്ന ആ കുടുംബത്തിലെ സ്ത്രീയെ വ്യഭിചരിക്കുക എന്ന് പറയുന്ന തിന്മ ചെയ്യുന്നവൻ, ഇതാണ് മൂന്നാമത്തെ ഏറ്റവും കടുത്ത തിന്മ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുത്തു. ഇതേ ഹദീസിൽ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഫുർഖാനിലെ 68-ാമത്തെ ശിർക്ക്, കൊല, വ്യഭിചാരം ഇത് ചെയ്യാത്തവരാണ് ഇബാദുർ റഹ്മാൻ എന്ന ആയത്ത് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കേൾപ്പിക്കുകയും ചെയ്തു. സൂറത്തുൽ മുഅ്മിനൂൻ, അതുപോലെ തന്നെ സൂറത്തുൽ മആരിജ്, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളുടെ ഗുണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിലെ 5 മുതൽ 7 വരെ ഉള്ള ആയത്തുകളിൽ ചില കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം പിന്നെ പറയുന്നത് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, ആരാകുന്നു? വിശ്വാസികൾ തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ രോഗം ബാധിക്കാതെ മുൻകരുതൽ സ്വീകരിച്ചുകൊണ്ട് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തി ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരെന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വരച്ച വരക്കുള്ളിൽ നിന്നുകൊണ്ട് അതിനപ്പുറത്തേക്ക് പോകാതെ തെറ്റായ മാർഗങ്ങളിൽ ലൈംഗികാവയവത്തെ ഉപയോഗപ്പെടുത്താത്ത ആളുകൾ, അവരാകുന്ന സത്യവിശ്വാസികൾ. ആരുടെ കൂടെയാണ് ലൈംഗികാവയവം പങ്കുവെക്കാൻ പറ്റുക? ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും, ഭാര്യ ഭർത്താക്കന്മാർ അവർ തമ്മിൽ അനുവദനീയമാണ്. പിന്നെ നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ അടിമകൾ, ഇന്ന് ലോകത്ത് അടിമത്ത സമ്പ്രദായമില്ല. ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞു, അടിമകളുമായും പറ്റും. ഇതല്ലാത്ത ആരുമായും ലൈംഗിക പങ്കാളിത്തം എന്ന് പറയുന്നത് പറ്റുകയില്ല. അങ്ങനെ ആരെങ്കിലും ഈ പരിധിക്കപ്പുറം പോയാൽ നിയമപരമായ വിവാഹ വ്യവസ്ഥയിലൂടെ അള്ളാഹു അനുവദിച്ചിട്ടുള്ള മാർഗങ്ങളിലൂടെ അല്ലാതെ ലൈംഗികമായ പങ്കാളിയെ തെരഞ്ഞെടുക്കുന്ന ആളുകൾ അവർ ആദൂൻ, അള്ളാഹുവിന്റെ നിയമങ്ങൾ മറികടന്ന അക്രമികളാണ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചു. സൂറത്തുൽ മആരിജിലും ഇതുപോലുള്ള ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ അള്ളാഹുവിന്റെ വിശ്വാസികൾ ആരാണെന്ന് വ്യഭിചരിക്കാത്തവരാണ് എന്ന് വിശേഷണമായി പറഞ്ഞു. പരിധി വിടുന്നവരാരാണ്? അവർ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നവരാണ്. വ്യഭിചാരം മാത്രമല്ല, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇതല്ലാത്ത മറ്റേതെല്ലാം ലൈംഗിക വൈകൃതങ്ങളുണ്ടോ അതൊക്കെ ചെയ്യുന്നവരും ഈ ആയത്തിന്റെ പരിധിയിൽപ്പെടും എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പുരുഷൻ പുരുഷനുമായും സ്ത്രീയും സ്ത്രീയുമായും ഉള്ള ലൈംഗിക വീഴ്ചകളെല്ലാം അവനിബ്തഗാ വറാഅ ദാലിക്, ഇതിനപ്പുറത്തുള്ളതാരെങ്കിലും തേടിയാൽ, അപ്പോ ഏത് തരത്തിലുള്ള ലൈംഗിക അരാജകത്വവും അള്ളാഹുവിന്റെ പരിധി വിട്ടുകിടക്കുന്ന അക്രമികളുടെ സ്വഭാവമാണ് എന്നാകുന്നു ഖുർആൻ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന, അതും നബി മദീനയിലേക്ക് ഹിജ്റ പോയി, പിന്നീട് അതിന്റെ ശേഷം മക്കം ഫതഹിന് ശേഷം ഹിജ്റ വരുന്ന ആളുകളെ സംബന്ധിച്ച് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുംതഹിനയിലും മറ്റും പറഞ്ഞ നിബന്ധനകളിൽ നമുക്ക് കാണാം. ആ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വരുന്ന സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് ബൈഅത്ത് ചെയ്യണം, അവർ നബിയോട് ബൈഅത്ത് ചെയ്യണം. യുബായിഅനക, ഈ ഹിജ്റ ചെയ്തു വരുന്ന സ്ത്രീകൾ നബിയോട് ബൈഅത്ത് ചെയ്യട്ടെ. എന്തിലാണ് ബൈഅത്ത്? അലാ അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈഅ, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. വലാ യസ്രിഖ്ന, കളവ് നടത്താതിരിക്കുക. വലാ യസ്നീന, വ്യഭിചരിക്കാതിരിക്കുക.
അപ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന മുസ്ലിങ്ങളായ സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് നൽകാൻ പറഞ്ഞ കാര്യങ്ങളിൽ 3 1 ശിർക്ക് ചെയ്യരുത്, 2 മോഷണം നടത്തുകയില്ല, 3 വ്യഭിചരിക്കുകയില്ല. അപ്പൊ നോക്കണം, നബി വിശ്വാസികളിൽ നിന്ന് വ്യഭിചാരത്തിൽ ഏർപ്പെടുകയില്ല എന്ന ഒരു കരാർ, ബൈഅത്ത്, ഉടമ്പടി ഈ സ്ത്രീകളിൽ നിന്ന് നബി വാങ്ങിയിട്ടുണ്ട്. അത് ഖുർആന്റെ നിർദ്ദേശമാണ്. സൂറത്തുൽ മുംതഹനയിലെ 12-ാമത്തെ വചനം. ഇനിയോ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന ആളുകൾ, അവരിൽ നിന്ന് വിശ്വാസം ചോർന്നു പോകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസം കൂടും കുറയും, യസീദു വയൻഖുസ്. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. എപ്പോഴാണ് കുറഞ്ഞു പോകുന്നത്? അത് തിന്മകൾ ചെയ്യുമ്പോൾ അവനിൽ വിശ്വാസം കുറയും. അതിൽ ചില പ്രത്യേക തിന്മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറയുകയുണ്ടായി. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചാരി വ്യഭിചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസിയായിരിക്കെ അവൻ വ്യഭിചരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസി വ്യഭിചരിക്കില്ല എന്നല്ല, വിശ്വാസി ആയിരിക്കെ വ്യഭിചരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ച മുസ്ലിമായ മുഅ്മിനായ ഒരു മനുഷ്യൻ വ്യഭിചരിക്കുമ്പോൾ അവൻ വിശ്വാസിയല്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവന്റെ വിശ്വാസം ചോർന്നു പോകുന്നു. ഇത് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. വിശ്വാസിയായിരിക്കെ വ്യഭിചരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കും അവൻ വിശ്വാസിയല്ല, അവന്റെ ഈമാൻ ചോർന്നുപോയി. വേറൊരു ഹദീസിൽ നമുക്ക് കാണാം, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തത്, ഒരു മനുഷ്യൻ വ്യഭിചാരത്തിൽ ഏർപ്പെടുമ്പോൾ അവനിൽ നിന്ന് അവന്റെ വിശ്വാസം പുറത്തു കടക്കുകയും എന്നിട്ട് അതൊരു മേഘം പോലെ അവന്റെ മുകളിൽ നിൽക്കുകയും അവൻ ആ വ്യഭിചാരത്തിൽ നിന്ന് ഒഴിവായാൽ റജാ ഇലൈഹിൽ ഈമാൻ, പുറത്തു കടന്ന ഈമാൻ അവനിലേക്ക് തിരിച്ചു പ്രവേശിക്കുകയും ചെയ്യുന്നു. അന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം പറഞ്ഞ ഹദീസിന്റെ വിശദീകരണമാണ്. വിശ്വാസിയായിരിക്കെ ഒരാൾ വ്യഭിചരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ശരിയായ വിശ്വാസിക്ക് വ്യഭിചരിക്കാൻ പറ്റുകയില്ല എന്നർത്ഥം. വ്യഭിചരിക്കുമ്പോൾ വിശ്വാസം അവരിൽ നിന്ന് മാറി നിൽക്കുന്നു. കാരണം എന്താ? ഇതൊരു വിശ്വാസിക്ക് പറ്റിയ പണിയല്ല. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞത് ഒരു കാറ്റടിച്ചു കയറ്റുന്നത് പോലെയോ കുത്തിക്കയറ്റുന്നത് പോലെയാണോ? ഒരു ദ്രാവകമാണോ, വാതകമാണോ, ഖരവസ്തുവാണോ? ഇതൊന്നുമല്ല. മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതാണ് വിശ്വാസം. ആ ഹൃദയത്തിലുള്ള വിശ്വാസത്തിനനുസരിച്ച് ഉണ്ടാകേണ്ടതാണ് വ്യഭിചരിക്കാതിരിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഒരു വിശ്വാസി വ്യഭിചാരത്തിൽ ഏർപ്പെടുമ്പോൾ ആ വിശ്വാസം അവനിൽ നിന്ന് മാറി നിൽക്കുന്നു. അവൻ വ്യഭിചാരത്തിൽ നിന്ന് ഒഴിവായാൽ പുറത്തുപോയ വിശ്വാസം അവനിലേക്ക് തിരിച്ചു പ്രവേശിക്കുന്നു എന്ന് അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അപ്പോ ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഗൗരവമാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യഭിചാരം എന്ന് പറയുന്നത് അവന്റെ വിശ്വാസത്തെ കെടുത്തിക്കളയുന്നു എന്നതിന് ഉദാഹരണമായി പ്രവാചകന്റെ ഗ്രഹണമുണ്ടായ സമയത്ത് പ്രവാചകന്റെ ഒരു പ്രസംഗം കാണാം. ഗ്രഹണ നമസ്കാരവും അതോടനുബന്ധിച്ച് നബി ഒരു ഖുത്ബയും നടത്താറുണ്ട്. ആ ഖുത്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങൾ സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ഖബറിനെക്കുറിച്ച്, പരീക്ഷണങ്ങളെക്കുറിച്ച്, പരലോകത്തും ഖബറിലും ശിക്ഷിക്കപ്പെടുന്ന ചില ആളുകളെ സംബന്ധിച്ച് ഒക്കെ പ്രതിപാദിച്ചു. ആ കൂട്ടത്തിൽ മറ്റ് തിന്മകളെക്കുറിച്ച് പറയാതെ വ്യഭിചാരത്തെക്കുറിച്ച് മാത്രം ഈ ഗ്രഹണ നമസ്കാരത്തിന്റെ ഖുത്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ 1044 നമ്പറായി വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ആ ഗ്രഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലയോ മുഹമ്മദിന്റെ സമൂഹമേ, അല്ലാഹുവാണ് സത്യം. മാ മിൻ അഹദിൻ അഗ്യറു മിനല്ലാഹ്, അല്ലാഹുവിനേക്കാൾ ഗൈറത്തുള്ള ഒരാളും തന്നെ മനുഷ്യരുടെ കൂട്ടത്തിലില്ല. എന്തിനെ സംബന്ധിച്ച്? അൻ യസ്നിയ അബ്ദുഹു ഔ തസ്നിയ അമതുഹു, അല്ലാഹുവിന്റെ അടിമയായ പുരുഷനോ അടിമയായ സ്ത്രീയോ വ്യഭിചരിക്കുന്നതിനോട് അങ്ങേയറ്റത്തെ ഗൈറത്തുള്ള, ഗൈറത്ത് എന്നാൽ നമ്മൾ ഈറ അല്ലെങ്കിൽ പക എന്നൊക്കെ പറയാണ്ട്, ഒരു സംരക്ഷിക്കപ്പെടേണ്ടുന്ന കാര്യത്തെ സംരക്ഷിക്കാനുള്ള ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന കടുത്ത വികാരത്തിനാണ് ഗൈറത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഒരു അടിമ ആണായാലും പെണ്ണായാലും വ്യഭിചരിക്കുമ്പോൾ അതിൽ ഏറ്റവും അധികം ഗൈറത്ത് പ്രകടിപ്പിക്കുന്നത് അല്ലാഹു ആകുന്നു. കാരണം എന്താ? എന്നിൽ വിശ്വസിച്ച ഒരു മനുഷ്യൻ, എന്റെ സൃഷ്ടിയായ മനുഷ്യൻ, അവൻ പാടില്ലാത്തതായ വ്യഭിചാരം എന്ന് പറയുന്ന കടുത്ത തിന്മ അവൻ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് അല്ലാഹു ആ പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യനോട് അങ്ങേയറ്റത്തെ ഗൈറത്തുണ്ട്. ഇങ്ങനെ അല്ലാഹുവിനേക്കാൾ ഗൈറത്തുള്ള വേറെ ആരുമില്ല. യാ ഉമ്മത്ത മുഹമ്മദ് വല്ലാഹി ലൗ തഅലമൂന മാ അഅലം ലളഹിഖ്തും ഖലീലൻ വലബകൈതും കതീറ, അല്ലയോ മുഹമ്മദിന്റെ സമൂഹമേ, അല്ലാഹു ആണ് സത്യം. ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലലഹിഖ്തും ഖലീലൻ, നിങ്ങൾ വളരെ കുറച്ചു മാത്രം ചിരിക്കുകയും വലബകൈതും കതീറ, ധാരാളമായി കരയുകയും ചെയ്യുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്രഹണവുമായി ബന്ധപ്പെട്ട
ഖുത്ബയിൽ ഉപദേശിക്കുകയുണ്ടായി. ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഗ്രഹണം ബാധിക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ചന്ദ്രന്റെ പ്രകാശം ഇല്ലാതായി മാറുന്നു, മറയിടപ്പെടുന്നു. അപ്പൊ ചന്ദ്രന്റെ നിലാവ് നമുക്ക് ഭൂമിയിൽ കാണാൻ കഴിയുന്നില്ല. സൂര്യൻ ആകാശത്തുണ്ട്, പ്രകാശിക്കുന്നു, പക്ഷേ പ്രകാശിക്കുന്ന സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നില്ല. ഈ ചന്ദ്രന്റെയും സൂര്യന്റെയും പ്രകാശത്തെ തടയുക എന്നതാണ് ഗ്രഹണം, തടയപ്പെടുക എന്നതാണ് ഗ്രഹണം എന്ന് പറയുന്നത്. ഈ ഗ്രഹണത്തിന്റെ ഖുത്ബയിൽ ഗ്രഹണമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്നൊക്കെ വിശദീകരിച്ച കൂട്ടത്തിൽ വ്യഭിചാരത്തെക്കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞു? പ്രകാശം, സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശം ഗ്രഹണം കൊണ്ട് തടയപ്പെടുന്നത് പോലെ വ്യഭിചാരം നടക്കുമ്പോൾ ഈമാൻ തടയപ്പെടുന്നു, അത് മറയിടപ്പെടുന്നു, അതിന്റെ പ്രകാശം അവന് ലഭിക്കാതെ പോകുന്നു. ഇതാണ് നേരത്തെ പറഞ്ഞ ഹദീസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശ്വാസിയായിരിക്കെ ഒരാൾ വ്യഭിചരിക്കുകയില്ല, വിശ്വാസം അവനിൽ നിന്ന് പുറത്തു കടന്നു പോകുന്നു. ഇവിടെ ഗ്രഹണം ബാധിക്കുന്നത് പോലെ അവന്റെ ഹൃദയത്തിന് ഇരുട്ടുണ്ടാകുന്നു, പ്രകാശം തടയപ്പെടുന്നു. അപ്പൊ ഈ 3 ഹദീസുകളിലൂടെയും ഈ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഞാനെങ്ങാനും എന്റെ ഭാര്യയുടെ കൂടെ മറ്റൊരുത്തൻ വ്യഭിചരിക്കുന്നതായി കണ്ടാൽ അവനെ ഞാൻ വാളിന്റെ മൂർച്ഛഭാഗം കൊണ്ട് അവനെ ഞാൻ വെട്ടുക തന്നെ ചെയ്യും എന്ന് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലെത്തി. സഅദ് ഇബ്നു ഉബാദ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ശരിക്ക് വ്യഭിചരിച്ചാൽ ശിക്ഷ നടപ്പിലാക്കേണ്ടതാരാ? ഭരണകൂടമാണ്. പക്ഷെ സഅദ് ഇബ്നു ഉബാദ പറയാൻ, ആ വ്യഭിചാരത്തോടുള്ള വെറുപ്പ് കൊണ്ട്, അതും സ്വന്തം ഭാര്യ വ്യഭിചരിച്ചാൽ ഉണ്ടാകുന്ന ഗൈറത്ത് കൊണ്ട് സഅദ് ഇബ്നു ഉബാദ പറയാൻ, ഞാൻ വാളിന്റെ മൂർച്ച കൊണ്ട് അവനെ ഞാൻ വെട്ടും. ഈ വിവരം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ചു, സഅദ് ഇബ്നു ഉബാദ പറഞ്ഞ ഈ വാക്ക് സഅദിന്റെ ഗൈറത്ത് കൊണ്ട് നിങ്ങൾക്ക് ആശ്ചര്യം തോന്നുന്നുണ്ടോ? അങ്ങനെ ആശ്ചര്യം തോന്നേണ്ടതില്ല. അള്ളാഹുവാണ് സത്യം. ഞാൻ സഅദിനേക്കാൾ, സഅദ് ഇബ്നു ഉബാദയേക്കാൾ ഗൈറത്തുള്ളവനാണ്. അള്ളാഹു എന്നേക്കാൾ ഗൈറത്തുള്ളവനാകുന്നു. നേരത്തെ ഹദീസിലും പറഞ്ഞു, അള്ളാഹു ഏറ്റവും അധികം ഗൈറത്തുള്ളവനാണ്. അപ്പൊ സഅദിനേക്കാൾ ഞാൻ ഗൈറത്തുള്ളവനാണ്, എന്നേക്കാൾ അള്ളാഹു ഗൈറത്തുള്ളവനാണ്. എന്താ കാര്യം? ആ ഗൈറത്ത് കൊണ്ടാണ്. മിൻ അജ്ലി ഗൈറത്തില്ലാ ഹറമൽ ഫവാഹിഷ്, അള്ളാഹുവിന്റെ അടിമകൾ വ്യഭിചരിക്കുന്നതിലുള്ള ഗൈറത്ത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മ്ലേച്ഛവൃത്തിയായ വ്യഭിചാരത്തെ ഹറാമാക്കിയത്. മാ ലഹറ മിൻഹാ വമാ ബത്വൻ, അതിൽ നിന്ന് പ്രത്യക്ഷമായതും പരോക്ഷമായതും, കാണുന്നതും കാണാത്തതും, അറിയുന്നതും അറിയാത്തതും, അങ്ങനെ ഏതൊക്കെ തരത്തിലുണ്ടോ അതെല്ലാം അള്ളാഹു ഹറാമാക്കിയത് ഇതുകൊണ്ടാകുന്നു. വലാ ശഖ്സ അഗ്യറു മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ ഗൈറത്തുള്ള മറ്റാരും തന്നെയില്ല എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പൊ ഈ ഹദീസും സൂചിപ്പിക്കുന്നത് വ്യഭിചാരത്തോട് സഹാബിക്കുണ്ടായ, നബിക്കുള്ള അതിനേക്കാൾ അള്ളാഹുവിനുള്ള വെറുപ്പും ഗൈറത്തിനെയും സംബന്ധിച്ചാണ്. എങ്കിൽ അള്ളാഹുവിന്റെ അടിമകളാകുന്ന, വിശ്വാസികളാകുന്ന ഓരോ സ്ത്രീ പുരുഷന്മാർക്കും എങ്ങനെയാണ് വ്യഭിചാരത്തിന്റെ ഏതെങ്കിലും ഇനങ്ങളുമായി ബന്ധപ്പെടാനോ അതിലേർപ്പെടുവാനോ അതിനെ വെറുക്കാതിരിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും അത് കണ്ടാൽ അതിന് വിലക്കാതിരിക്കാനോ അല്പമെങ്കിലും ഈമാനുള്ള ആർക്കെങ്കിലും സാധിക്കുമോ? ഇനി ഒരു പെണ്ണ് വ്യഭിചരിച്ചാൽ അല്ലെങ്കിൽ ഒരു പുരുഷൻ വ്യഭിചരിക്കുന്നതോടുകൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വ്യഭിചാരം പുറത്തറിയുമ്പോൾ, അറിയപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ പോവും, പരലോകത്ത് ശിക്ഷ ഉണ്ടാവും. എന്നാൽ അറിയപ്പെട്ടാൽ ആ പ്രവൃത്തിയിലൂടെ ഈ വ്യഭിചാരത്തിൽ ഏർപ്പെട്ട വ്യക്തി അവന്റെ ഉമ്മയെ, വാപ്പയുടെ, സഹോദരിമാരുടെ, സഹോദരന്മാരുടെ, മക്കളുടെ, അങ്ങനെ കുടുംബത്തിലുള്ള ആളുകളുടെ എല്ലാം തലയെ ചളിയിൽ പൂഴ്ത്തുന്നതിന് സമാനമാണ് എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തി കാണാം. ചളിയിൽ പൂഴ്ത്തിവെക്കലാണ് അതിലും നല്ലത്. അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ ചളിയിൽ താഴ്ത്തിയിരിക്കുന്നു. അതാണ് ഈ വ്യഭിചരിച്ച ആള് ചെയ്തിട്ടുള്ളത്. ഇനി വ്യഭിചരിച്ച ഒരു പെണ്ണ് ഗർഭം ധരിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ പ്രസവിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പ്രസവം അറിയാതിരിക്കാൻ വേണ്ടി കുട്ടിയെ കൊന്നുകളഞ്ഞു. അപ്പൊ എന്താ ഉണ്ടായത്? 2 കടുത്ത തിന്മ ചെയ്തു. ഒന്ന് വ്യഭിചാരം എന്ന് പറയുന്ന കടുത്ത തിന്മ, അതിന്റെ മേലെ നിൽക്കുന്ന കൊല്ലുക എന്ന് പറയുന്ന തിന്മ. വ്യഭിചാരത്തിലാണെങ്കിലും ആ പ്രസവിച്ച പെണ്ണിന്റെ കുട്ടിയാണ്. അപ്പോ ഏറ്റവും കടുത്ത 2 തിന്മകൾ ചെയ്യാൻ ഒരു പെണ്ണ് കാരണക്കാരിയായി മാറുന്നു. ഇനി വ്യഭിചാരം നടന്നു, ഗർഭിണിയായി, ആരും അറിഞ്ഞില്ല, പ്രസവിച്ചു എന്ന് വിചാരിക്കുക. എന്നാലോ ആരും അറിയില്ല, പരലോകത്ത് ശിക്ഷയുണ്ടാവും. ദുനിയാവിൽ വേറെ ഒരു തിന്മ അവിടെ സംഭവിക്കുന്നു. അതെന്താ? ഒരു പിതാവില്ലാത്ത കുട്ടിക്ക് ജന്മം നൽകി. ഈ കുട്ടി ഭർത്താവ് വിചാരിക്കുന്നത് എന്റേതാണ് എന്നാണ്. പെൺകുട്ടിയാണെങ്കിൽ ഈ പെൺകുട്ടി ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അന്യയാണ്, അടുത്ത ബന്ധുവല്ല, മഹ്റമല്ല. അപ്പൊ മഹ്റമല്ലാത്ത വ്യഭിചാരത്തിൽ ജനിച്ച ഒരു കുട്ടിയെ മഹ്റമിനെ പോലെ ഈ ഭർത്താവ് പോറ്റേണ്ടി വരുന്നു. അതിന്റെ കുറ്റം ആരുണ്ടാക്കി? ഈ ഭാര്യ ചെയ്ത പണിയാണ്. ഇനി ആൺകുട്ടിയാണെങ്കിലോ ആൺകുട്ടിയെ വളർത്തുന്ന ആ പെണ്ണും ആ കുടുംബത്തിലുള്ള മറ്റ് സ്ത്രീകളും മഹ്റമിനെ പോലെ, മഹ്റമല്ലാത്ത ഒരു പുരുഷൻ ആ വീട്ടിൽ വളർന്നു വരികയും
നിരന്തരമായി അവരുമായി ഈ കുട്ടി ബന്ധപ്പെടുകയും ചെയ്യുന്നു. അവിടെയും വ്യഭിചാരത്തിനപ്പുറം വേറെ ഒരു തിന്മ കൂടി സംഭവിക്കുന്നു. അങ്ങനെ ഒന്നിൽ മാത്രം പരിമിതപ്പെടുന്നതല്ല. മാത്രമല്ല, ഈ കുട്ടി തന്റേതാണെന്ന് ധരിച്ച് മാതാപിതാക്കൾ മരിക്കുമ്പോൾ അന്യനായ വ്യഭിചാരത്തിൽ ജനിച്ച ഒരു നിലക്കും അർഹതയില്ലാത്ത അനന്തര സ്വത്ത് ഈ കുട്ടിക്ക് കൂടി നൽകേണ്ട അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ അത് തുടർന്നു പോവുകയാണ്. അങ്ങനെ ഒരുപാട് തിന്മകൾക്ക് ഇത് കാരണമായി തീരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഇഹത്തിലും പരത്തിലും കടുത്ത ശിക്ഷയാണ് ഇസ്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് കാണാം, വ്യഭിചരിച്ച ആളുകൾ കല്യാണം കഴിക്കാത്ത വിവാഹിതരല്ലാത്ത ആളുകളാണെങ്കിൽ സൂറത്ത് നൂറിൽ അള്ളാഹു പറഞ്ഞു, അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത്ത ജൽദ. വ്യഭിചരിച്ച സ്ത്രീ പുരുഷന്മാരെ അവരെ നിങ്ങൾ 100 അടിയടിക്കുക. വലാ തഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ല. അള്ളാഹുവിന്റെ മതത്തിൽ, അതായത് വ്യഭിചരിക്കരുത് എന്ന് പറയുന്ന നിയമം, വ്യഭിചരിച്ചവനെ ശിക്ഷിക്കണമെന്ന് പറയുന്ന നിയമം, ഈ നിയമത്തിൽ, ഈ ഇസ്ലാമിൽ യാതൊരു വാത്സല്യവും അവരോട് നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. എങ്ങനെയാണ് പച്ചയായ മനുഷ്യനെ കുത്തനെ നിർത്തി 4 ഭാഗത്തു നിന്നും ആളുകൾ കല്ലുകൊണ്ട് അടിക്കുക, 100 അടി അടിക്കുക? ജീവനുള്ള പച്ചയായ മാംസമല്ലേ? രക്തം പുറത്തേക്ക് വരില്ലേ? മുറി വരില്ലേ? അങ്ങനെയൊക്കെ മാരകമായ അപകടങ്ങൾ ഉണ്ടാകില്ലേ? ഒരു വാത്സല്യവും റഅഫത്തും നിങ്ങൾ കാണിക്കേണ്ടതില്ല, ഉണ്ടാകരുത്. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഈ എറിയുന്ന ആളുകൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, അപ്പൊ വിശ്വാസമുണ്ടോ അള്ളാഹുവിലും പരലോകത്തിലും? എങ്കിൽ ഇവനെ എറിയാൻ കഴിയണം. വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് എറിയാൻ കഴിയില്ല. വിശ്വാസികളാണോ എറിയണം. വലിയശ്ഹദ് അദാബഹുമാ ത്വായിഫത്തു മിനൽ മുഅ്മിനീൻ. വിശ്വാസികളിൽപ്പെട്ട ഒരു സംഘം ആളുകൾ ഈ ഏറിന് സാക്ഷികളാകട്ടെ. അതെന്തിനാ? ഞാനാണ് വ്യഭിചരിച്ചതെങ്കിൽ അവന്റെ സ്ഥാനത്ത് എനിക്കും ഈ 100 അടി ഇതുപോലെ പച്ചയായി ആളുകൾ കിട്ടും എന്ന ബോധം അവരുണ്ടാകും. അപ്പോ ആ കാഴ്ച അവനെ വ്യഭിചാരത്തിൽ നിന്ന് തടയും എന്നതാണ്. ഇനി ഇതിനോടൊപ്പം 100 അടിയോടൊപ്പം 1 വർഷത്തേക്ക് പുരുഷനാണെങ്കിൽ, പെണ്ണിനെയല്ല, പുരുഷനാണെങ്കിൽ നാട് കടത്തുക എന്ന ഒരു ശിക്ഷ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിച്ചതായി സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിവാഹിതനായ സ്ത്രീ പുരുഷന്മാരാണ് വ്യഭിചരിക്കുന്നതെങ്കിൽ അവർക്കുള്ള ശിക്ഷ ഏറല്ല. പിന്നെ എന്താണ്? അവരെ എറിഞ്ഞു കൊല്ലുക എന്നതാണ്. അടിയല്ല, എറിഞ്ഞു കൊല്ലുക. ഒരുപാട് സംഭവങ്ങൾ ഹദീസുകളിൽ ഉണ്ടായിട്ടുണ്ട്, നബിന്റെ കാലഘട്ടത്തിലും ഖുലഫാഉർ റാഷിദ് കാലഘട്ടത്തിലും. ചില ആളുകൾ അതിനെ വിമർശിക്കാറുണ്ട്, ഇസ്ലാം വിരോധികളായ ആളുകൾ. അപ്പൊ അങ്ങനെ ഒരു ശിക്ഷാ നടപടിയുണ്ട്, എറിഞ്ഞു കൊല്ലുക. അതിൽ ഫുഖഹാക്കൾ പറഞ്ഞത് കാണാം, പെണ്ണാണെങ്കിൽ അരവരെ ഒരു കുഴിയിൽ നിർത്തുക. അത് ഔറത്ത് വെളിവാകുന്നതിനോ മറ്റോ ആകാം, വെളിവാകാതിരിക്കാൻ. ആണാണെങ്കിൽ കുഴിയിൽ നിർത്തേണ്ടതില്ല, നേരെ നിർത്തുക, എറിയുക. അങ്ങനെ എറിഞ്ഞ് മരിക്കുവോളം എറിഞ്ഞു കൊല്ലുക. എന്താ, വെട്ടിക്കൊന്നാ പോരെ? അന്ന് വാളില്ലാത്തത് കൊണ്ടാണോ? അമ്പും വില്ലും ഒരൊറ്റ അമ്പെയ്ത്ത് കൊണ്ട് കൊല്ലാൻ സംവിധാനമില്ലാത്തത് കൊണ്ടോ ഇന്ന് വെടിവെക്കുന്നത് പോലെ? അല്ല, ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അതെന്തിനാ? അതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഇവിടെ 2 നിലക്കുള്ള ശിക്ഷയാണ്. ഒന്ന്, നമുക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ ഹിസ്സിയും മൈനബിയുമായ 2 തരത്തിലുള്ള ശിക്ഷ. അതെന്താ? ഒന്ന്, കാണുന്നു, എറിഞ്ഞ് അവൻ മുറിവേറ്റ് രക്തം വാർന്ന് മരിച്ചു വീഴുന്നു. മറ്റൊന്ന്, വ്യഭിചരിക്കുക എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? താൽക്കാലികമായ സുഖത്തിനു വേണ്ടി അള്ളാഹുവിന്റെ പരിധികൾ വിട്ട് ഹറാമായ മാർഗം ഉപയോഗിച്ചുകൊണ്ട് അവൻ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. അത് അവന്റെ ശാരീരികമായ, മാനസികവുമായ, വൈകാരികമായ സുഖത്തിനു വേണ്ടിയാണ്. അവന്റെ ശരീരം മുഴുവൻ ആ വ്യഭിചാരത്തിന്റെ സുഖം അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ അവന്റെ ശരീരം മുഴുവൻ അതിന്റെ വേദനയും അനുഭവിക്കട്ടെ. കാരണം ഒരു വെട്ടിക്കൊന്നാൽ, ഒരു വാളുകൊണ്ട് വെട്ടിയാൽ ആ വെട്ടോടുകൂടി രക്തം പുറത്തേക്ക് തെറിക്കുന്നതോടുകൂടി തന്നെ വേദനയില്ലാതായി പോകും. കാരണം രക്തം വാർന്നു പോകാൻ ഏതാനും സമയത്തെ വേദന മാത്രമേ അയാൾക്കുണ്ടാവുകയുള്ളൂ. നേരെ മറിച്ച് എറിഞ്ഞു കൊല്ലുമ്പോൾ എപ്പോഴാണോ അവന്റെ ജീവൻ പോകുന്നത്, ഏറ് തുടങ്ങിയത് മുതൽ മരിച്ചു വീഴുന്നത് വരെ അവൻ വേദന അനുഭവിക്കണം. ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും വേദന അനുഭവിക്കുന്നു. അതെന്തിനാ? ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും ആനന്ദിച്ചിട്ടുണ്ട് വ്യഭിചാരം കൊണ്ട്. അപ്പൊ അതിന് തത്തുല്യമായ ശിക്ഷ എന്നതാകുന്നു ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പരലോകത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നമുക്ക് കാണാം, 2 മലക്കുകൾ നബിയെ കൊണ്ടുപോയി. അങ്ങനെ പല കാര്യങ്ങളും കാണുന്നു. നബി ഓരോന്ന് ചോദിക്കുന്നു, പക്ഷെ മലക്കുകൾ ഉത്തരം പറയുന്നില്ല, നടക്കൂ എന്ന് പറയുന്നു. അവസാനം വിശദീകരിച്ചു കൊടുക്കുന്നു. അതിൽപ്പെട്ട ഒരു കാര്യം എന്താണ്? മുകൾ ഭാഗം കുടുങ്ങിയതും അടിഭാഗം വിശാലവും താഴെ നിന്ന് മേലോട്ട് തീ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നതുമായ തന്നൂറ, അതായത് തന്നൂർ, ഈ തന്തൂരി അടുപ്പ്, തന്തൂരി റൊട്ടി ചുടുന്ന അടുപ്പ്, ബേക്കറി ചൂള പോലെ അങ്ങനെയുള്ള ഒരടുപ്പ്. ഇതിൽ
അടിയിൽ നിന്ന് തീ കത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ ചില ആളുകളുണ്ട്, ആണും പെണ്ണും, നഗ്നന്മാരാണ്. അവർ താഴെ നിന്ന് മേലോട്ട് പൊന്തി വരുന്നു തീയുടെ ശക്തി കാരണത്താൽ. പിന്നെ തീ ശക്തി കുറയുമ്പോൾ താഴോട്ട് പോകുന്നു. മുകളിലെത്തുമ്പോൾ വിചാരിക്കും പുറത്ത് കടന്നു പോകും ഈ ആളുകളെന്ന്. ആരാണിവർ എന്ന് ചോദിച്ചു. നടക്കൂ എന്ന് പറഞ്ഞു മലക്കുകൾ. മറുപടി പറഞ്ഞില്ല. പിന്നീട് ഓരോ ചോദ്യത്തിന്റെയും മറുപടി വിശദീകരിക്കുമ്പോൾ അതിന്റെ അവസാനത്തിൽ കാണാം വല്ലദീ റഅയ്തഹു ഫിത്തഖ്ബി ഫഹുമുസ്സുനാസ്. തുണിയെടുക്കാതെ നരകത്തിൽ പൊന്തിത്താന്ന് ഈ ചൂളയിൽ വെന്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വ്യഭിചാരികളായ ആളുകളാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതേ രീതിയിൽ തന്നെയാണ് സ്വവർഗരതി പുരുഷനും തമ്മിലും ലൂത്ത് നബിയുടെ കാലത്തുണ്ടായ ആളുകൾ ചെയ്തത്. ഖുർആനിലെ നിരവധി ആയത്തുകൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അതിന്റെ വ്യത്യസ്ത രീതികൾ സ്ത്രീയും തമ്മിൽ ഇന്ന് സ്ത്രീകൾ തമ്മിൽ വിവാഹം നടക്കുന്നു. രജിസ്റ്റർ വിവാഹങ്ങൾ, അതല്ലാത്ത നിലക്ക് ഇനി വ്യഭിചാരങ്ങളായി തന്നെ നടക്കുന്നത്. ഇങ്ങനെ ഏത് നിലക്കിലാണെങ്കിലും പുരുഷൻ തമ്മിലും സ്ത്രീയും തമ്മിലും ഭൗതികമായ വിവാഹ കാര്യങ്ങളിലൂടെയും അല്ലാത്ത നിലക്കുമാണെങ്കിൽ പോലും അവയെല്ലാം ഇസ്ലാമിക ദൃഷ്ട്യാ വ്യഭിചാരം പോലെ തന്നെ ശിക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ആളുകളെ കുറിച്ച് അവരെ ഫഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല ബിഹി, അത് ചെയ്യുന്നവനെയും അതിന് വിധേയനായവനെയും കൊല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഇത് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തിന്മയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. രാത്രിയായാൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നഗരങ്ങളിൽ കാത്തിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ എന്തിനാണ്? വേശ്യാവൃത്തിക്ക് വേണ്ടി. ലൈറ്റ് അണക്കുന്നതിനനുസരിച്ച് മുക്കുമൂലകളിൽ ഇവർ പ്രത്യക്ഷപ്പെടുന്നു. നേരം വെളുക്കുന്നത് വരെ വാഹനങ്ങളിലും അല്ലാതെയും ആളുകൾ കാണുന്നിടത്തും കാണാത്തിടത്തുമൊക്കെ ഈ ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കാണാം, അവസാന കാലം വരുമ്പോ പറയും, നിനക്കൊന്ന് വഴിന്നപ്പുറത്തേക്ക് മാറിയെന്ന് വ്യഭിചരിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു കാലം വരും. വഴിന്നപ്പുറത്തേക്ക് പോയിക്കൂടെ, വ്യഭിചരിക്കേണ്ടെന്നല്ല, ഈ വഴിന്നപ്പുറത്തേക്ക് പോയിക്കൂടെ എന്നാണ്. ഇന്നത് ലോകത്ത് പച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന വേശ്യാലയങ്ങൾ, തുറന്ന വേശ്യാലയങ്ങളുടെ സ്ഥിതി. ഇത് വേറെങ്ങും പൊട്ടുമുണ്ട, നമ്മുടെ നാട്ടിലുമുണ്ട്. ഭാര്യാഭർത്താക്കന്മാരെ പരസ്പരം കൈമാറി വ്യഭിചരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ കുറച്ചു വർഷം മുമ്പ് പിടിക്കപ്പെട്ടു. ഇതൊക്കെ നാട്ടിൽ വലിയ ആളുകളായി വിചാരിക്കപ്പെടുന്നവർ നടത്തുന്ന കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം തിന്മയിൽ നിന്ന് നമ്മെ എല്ലാവരെയും അള്ളാഹു ഈമാൻ നിലനിർത്തി രക്ഷപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. വ്യഭിചരിക്കാതിരിക്കാൻ ഉണ്ടാകേണ്ടുന്ന ഒരു ചിന്ത. ഇത് പറയുമ്പോ ഏതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ മനുഷ്യനിലും വ്യഭിചാരത്തിന്റെ ഒരംശമുണ്ട്. ഈ കുത്തുബൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ഞാനതിന്റെ ആളല്ല എന്നാലും വിചാരിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ കതബ അല ബിനി ആദം ഹല്ലഹു മിനസ്സിന, ആദമിന്റെ മക്കളുടെ മേൽ അള്ളാഹു വ്യഭിചാരത്തിന്റെ ഒരു ഇനം വിധിച്ചിരിക്കുന്നു. ഒന്നല്ലെങ്കിൽ ഒരു ഇനം എല്ലാവരിലുമുണ്ട്. അതില്ലാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അദ്റകദാലിക ലാ മഹാല, ഒരു സംശയവുമില്ല ആ വ്യഭിചാരത്തിന്റെ ഇനം അവനെ പിടികൂടുക തന്നെ ചെയ്യും. എന്താണത്? ഫസിനൽ ഐനി അന്നളർ, കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറയുന്നത് ഹറാമായത് നോക്കലാണ്. വസിനൽ ലിസാൻ, നാവിന്റെ വ്യഭിചാരം എന്ന് പറയുന്നത് അൽ മന്തിഖു, ലൈംഗികമായ സംസാരങ്ങളാണ്. വന്നഫ്സു തമന്ന വതസ്തഹി, മനസ്സ് കൊതിക്കുകയും മോഹിക്കുകയും ചെയ്യുന്നു. വൽ ഫർജ് യുസദ്ദിഖു ദാലിക കുല്ലഹു വയുകദ്ദിബുഹു, ലൈംഗികാവയവം ആ കണ്ടതിനെ, നാവ് സംസാരിച്ചതിനെ, കേട്ടതിനെ, മനസ്സ് കൊതിച്ചതിനെ ചിലപ്പോൾ സത്യപ്പെടുത്തുന്നു, ചിലപ്പോൾ കളവാക്കുന്നു. എന്നാൽ ചില മനസ്സ് വ്യഭിചാരത്തിലേക്ക് പോകില്ല, ചില മനസ്സ് വ്യഭിചരിക്കും. അപ്പൊ ഇതിന്റെ ഏതെങ്കിലും ഒരു ഇനം, കണ്ണുകൊണ്ടോ ചെവി കൊണ്ടോ സംസാരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഉള്ള വ്യഭിചാരം, അതിന്റെ ഒരു വിഹിതം മനുഷ്യനിലുണ്ട്. നമ്മൾ പരിശോധിച്ചു നോക്കൂ. നമ്മൾ അനാവശ്യമായ നോട്ടം, അനാവശ്യമായ കേൾവി, അനാവശ്യമായ സംസാരം, അനാവശ്യമായ ചിന്തകൾ, ഇതൊക്കെ വിചാരത്തിന്റെ ഇനമാണ്. ഇതിലേക്ക് പോകാതിരിക്കണം, അതിൽ രക്ഷപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരാൾ വന്നുകൊണ്ട് നബിയോട് ചോദിച്ചു, നബിയെ വ്യഭിചരിക്കാൻ എനിക്ക് അനുവാദം തരുമോ? ഒരു യുവാവ് വന്ന് നബിയോട് ചോദിക്കുക. നമ്മളാണെങ്കിൽ ആട്ടിവിടും. നബി പറഞ്ഞു ഇരിക്കൂ. ഇരുത്തി. എന്ന് നബി അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് ഉമ്മയുണ്ടോ? ഉമ്മയുമായി നീയല്ല ഒരാൾ വ്യഭിചരിക്കുക, ഉമ്മക്ക് വ്യഭിചാരമുണ്ടാവുക, വ്യഭിചരിക്കുക എന്ന് നീ ഇഷ്ടപ്പെടുന്നുണ്ട്? ഏയ്, ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. ആരാണ് അങ്ങനെ ഇഷ്ടപ്പെടുക? അപ്പൊ നബി ചോദിച്ചു, എങ്കിൽ നിന്റെ മകളെ അത് വ്യഭിചാരത്തിൽ ഏർപ്പെടുക എന്ന് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. നിന്റെ സഹോദരി വ്യഭിചരിക്കുക എന്ന് പറയുന്നതിന് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിന്റെ ഉമ്മയുടെ സഹോദരിമാർ വ്യഭിചരിക്കുക എന്നതിന് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിന്റെ ബാപ്പയുടെ പങ്ങന്മാർ, അമ്മായിമാർ വ്യഭിചരിക്കുക എന്നതിന് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പൊ നബി ഈ ചോദ്യം ചോദിച്ചപ്പോൾ മനസ്സിലായി, എന്താണ്? എന്റെ ഇപ്പറഞ്ഞ ആളുകൾക്കൊന്നും വ്യഭിചാരം പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ വ്യഭിചരിക്കുന്ന പെണ്ണ് ഒന്നുകിൽ മറ്റൊരുത്തന്റെ ഭാര്യയാകാം, അല്ലെങ്കിൽ വേറെത്തന്റെ ഉമ്മയാകാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും മകളാകാം, അല്ലെങ്കിൽ സഹോദരിയാകാം, അല്ലെങ്കിൽ ഇളയമയാകാം, അല്ലെങ്കിൽ അമ്മായിയാകാം. ഇതല്ലാത്തൊരു പെണ്ണുണ്ടാവില്ല. അപ്പൊ പിന്നെ ഞാൻ വെറുക്കുന്നത് എങ്ങനെ ഞാൻ മറ്റൊരാളുമായി ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവന്റെ ഹൃദയം ശുദ്ധിയാക്കാൻ വേണ്ടി നബി അദ്ദേഹത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് കാണാം. അതിനുശേഷം ഇത്തരം ഒരു കാര്യത്തിലേക്കും ആ സഹാബി തിരിഞ്ഞു നോക്കിയിട്ടേയില്ല
എന്ന് ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. അപ്പൊ ഈ ഒരു ചിന്ത, വ്യഭിചാരത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മളിൽ വരേണ്ടത് മറ്റൊരുത്തന്റെ ഉമ്മയെ, മകളെ, സഹോദരിയെ, പിതൃ സഹോദരിയെ, മാതൃ സഹോദരിയെ, ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹു വിചാരത്തിൽ നിന്ന് ഒരു വിഹിതം നമ്മളിലുണ്ടോ, അതാണ്, അതിൽ നിന്ന് മാറാനാണ് ഞാൻ ശ്രമിക്കേണ്ടത്. ഏത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ നിന്ന് വ്യഭിചരിക്കാൻ നിർബന്ധിച്ച പെണ്ണുങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ. അപ്പോ ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റു വഴികൾ കുറെ ഉണ്ട്. അതിന് ഇപ്പൊ പറയാൻ സമയമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കടുത്ത തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വിശ്വാസപരമായ കരുത്ത് നിലനിർത്താൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിയായ അറിവും ബോധവും വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ, നല്ല ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ വിശ്വാസം പുറത്തു കടന്നുപോയി വ്യഭിചരിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതാവുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും യഥാർത്ഥ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ വിശ്വാസം കൊണ്ട് തിന്മയെ തടുക്കുവാനും പ്രതിരോധിക്കുവാനും അങ്ങനെ ഈമാനോടുകൂടി ജീവിക്കുവാനും ഈമാനോടും മരിക്കുവാനും സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസം